അമ്മേ, ഇതെന്താ മോളെ? ഇതിനെ സാധാരണ രീതിയിൽ കേക്ക് എന്ന് പറയും. ഇങ്ങനത്തെ അവസരങ്ങളിൽ ബർത്ത്ഡേ കേക്ക് എന്നും പറയും. ഓഹോ, ഇത് എന്റെ അമ്മയുടെ പിറന്നാൾ സമ്മാനമായി ഈ മകൾ വാങ്ങിച്ച കേക്കാ. ഇന്ന് നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്നു. ഏ, ഒരു സ്പൈ വരുന്നുണ്ട്. സ്പൈയോ? ചെമ്പകമംഗലം ചാരൻ പ്രസിഡന്റ് അയച്ചത്. എന്റെ മുത്തശ്ശി രാജലക്ഷ്മി അമ്മ. മനസ്സറിയാനാ ആ വരവ്. അച്ഛാ, കേക്കുമായി ഒരു ഡെലിവറി ബോയ് ഇവിടെ വന്നു പോയെന്ന് കണ്ടു. മീനാക്ഷി കൊച്ചത് വാങ്ങിച്ചു പോകുന്നതും കണ്ടു. ആരുടെ പിറന്നാളാ മോളെ? വയസ്സായപ്പോ ചാരപ്രവർത്തനം തുടങ്ങിയോ? ചാരപ്രവർത്തനമോ? എന്താ ഈ മീനാക്ഷി കൊച്ചു പറയുന്നേ? ആര് പറഞ്ഞു വിട്ടതാ? അല്ല, മുത്തശ്ശനെ ആര് പറഞ്ഞു വിട്ടതാന്ന്? ഇല്ല മോളെ, എന്നെ ആരും പറഞ്ഞു വിട്ടതല്ല. കേക്ക് വരുന്നത് കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. അങ്ങനെ കറങ്ങി വന്നതാ. കറങ്ങിയൊന്നും വന്നതല്ല. കള്ളം പറയുന്നോ? കള്ളമല്ല പറഞ്ഞത്. എനിക്ക് കേക്ക്, മസാലദോശ, പരിപ്പുവട, ഉണ്ണിയപ്പം തുടങ്ങിയ പലഹാരങ്ങളോട് ഒരു ദൗർബല്യമുണ്ട്. ഇത് വരുന്ന വഴി മുത്തശ്ശൻ മണത്തെറിയും. അതാ സത്യം. അല്ല, മുത്തശ്ശനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ക്രൂരയും അതിക്രമിയുമായ എന്റെ മുത്തശ്ശിയല്ലേ? നിന്റെ മുത്തശ്ശിയോ? നിന്റെ മുത്തശ്ശി പറഞ്ഞു വിട്ടതാണെങ്കിലും ഞാനത് സമ്മതിച്ചില്ലെങ്കിലോ? ആരുടെ ബർത്ത്ഡേ മോളെ? എന്റെ പിറന്നാളാ അച്ഛാ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, മറവിയാ. സോറി മോളെ. അച്ഛന്റെ പിറന്നാൾ ആശംസകൾ മോളെ. താങ്ക് യു അച്ഛാ. ഈ ആഘോഷം ഈ ഔട്ട് ഹൗസിൽ വെച്ച് മാത്രം ആഘോഷിച്ചാ പോരാ. നമുക്കിത് ചെമ്പകമംഗലം തറവാട്ടി വെച്ച് ആഘോഷിക്കണം. അതിന് ഞങ്ങളെ രണ്ടുപേരെയും അവിടുന്ന് അടിച്ച് വെളി കളഞ്ഞതല്ലേ? ഞങ്ങൾ അന്യരാ. അതുകൊണ്ട് ഈ പിറന്നാൾ ആഘോഷം ഇവിടെ വെച്ച് തന്നെ നടക്കും. അങ്ങനെ പറയല്ലേ മുത്തച്ഛന്റെ മീനാക്ഷി കൊച്ചേ. നമുക്ക് അവിടെ വെച്ച് കേക്ക് മുറിച്ച് അവിടെ പിറന്നാൾ ആഘോഷിക്കാം. വിരോധമില്ല. പക്ഷേ ഞങ്ങളുടെ മുഖ്യ ശത്രു ഇവിടെ സറണ്ടർ ആവണം. സറണ്ടർ ആവണമെന്നോ? ശ്രീമതി രാജലക്ഷ്മി അമ്മ ഇവിടെ വന്ന് ഒരു ചെറിയ മാപ്പ് പറഞ്ഞാ മതി. അത് പ്രോട്ടോകോൾ ലംഘനമൊന്നും അല്ല. വന്ന് സോറി പറയാൻ പറയും. മീനാക്ഷി, എന്താ ഇത്? രാജലക്ഷ്മി അമ്മയുടെ സ്വഭാവം തന്നെ. രണ്ടിനെ ഒരു നകുത്തി കിട്ടാം. എന്നാൽ ഈ മാറ്റർ ഞാൻ സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിക്കാം. എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ അറസ്റ്റ് ചെയ്യും? എന്നെ സ്നേഹം കൊണ്ട് താരാട്ട് പാടിയ എന്റെ ദൈവമേ. മൈഥിലി, നിങ്ങൾ എവിടെയാ? ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്ന് നിങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ വരണം. എന്താ കാര്യം മൈഥിലി? ഇന്ന് ദേവമ്മയുടെ ബർത്ത്ഡേയാ. ഇവിടെ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നന്ദിനി അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അതും കൂടെ വാങ്ങി കാർത്തി പെട്ടെന്ന് വന്നേക്കണം. ശരി. അവരെ നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണം. ഇല്ലെങ്കിൽ
മറ്റു പോലീസുകാരെ കൊണ്ട് എനിക്കത് ചെയ്യിപ്പിക്കേണ്ടി വരും. മീനാക്ഷി, ദേ അമ്മയും അച്ഛനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് കഷ്ടാ മീനാക്ഷി. എനിക്കിതൊക്കെ സങ്കടം കേട്ടോ. എന്ത് സങ്കടം? എന്റെ അമ്മ ആരുടെ മുന്നിൽ തോൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ അമ്മ തോക്കുന്നതും എനിക്കിഷ്ടല്ല. മോളെ നന്ദിനി, അമ്മേ. എന്റെ മോക്ക് അമ്മയുടെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു അമ്മ. എന്റെ പിറന്നാൾ ആശംസകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാജലക്ഷ്മി, നീ പറയാൻ വന്ന പ്രധാന കാര്യം പറഞ്ഞിട്ട് പോ. ഓ, മറന്നുപോയി. അതെങ്ങനെയാ, ചിലരുടെ മോന്ത കാണുമ്പോ പറയാനുള്ളതെല്ലാം മറന്നുപോകും. എന്നാലേ ഇനി മുതല് ഞാൻ മുഖം മൂടി വെച്ച് പറുതയിട്ട് നടക്കാം. മോളെ നന്ദിനി, ഞാനൊരു കേക്കിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് പിറന്നാൾ ആഘോഷിക്കണം. ഏയ്, അതൊന്നും പറ്റില്ല. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവിടെ ഞാനൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് കേൾക്കണം. ഞാൻ ഞാൻ ഇത് കേട്ട് ചിരിച്ചല്ല. പണ്ട് വായിച്ച ഭരതബന്ധുക്കളിലെ ഒരു കോമഡി ഓർത്ത് ചിരിച്ചു പോയതാ. ഞാൻ വാങ്ങിച്ച കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കാം. അതേ പറ്റും. ഞാൻ എന്റെ മകളുടെ പിറന്നാൾ ആഘോഷിക്കാനാ കേക്ക് വരുത്തുന്നത്. ഞാൻ എന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനാ കേക്ക് വരുത്തിയത്. ആ, മീനാക്ഷി, അമ്മയുടെ തറുതല പറയരുത്. അമ്മ എന്ന് ചുമ്മാതിരി. ഇത് തറുതലയും മറുതലയൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. ഒരു എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാവിയിൽ ചിലപ്പോ മന്ത്രി ആയേക്കാം. എന്ന് വെച്ച് മനുഷ്യർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. എനിക്ക് എന്റേതായ ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ഉണ്ട്. അതിനെ ഒന്നും വിമർശിക്കാൻ ആരും വളർന്നിട്ടില്ല. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളിർത്ത കുറെ തകരകൾ വന്നിരിക്കുന്നു രാജലക്ഷ്മിയെ വിമർശിക്കാൻ. അത് കലക്കി. ഹാ, ആ അമ്മേ, ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ സ്വപ്ന സൗഖ്യത്തിന് പിച്ചകമംഗലം എന്ന് പേരിടണം. ഒരു ചെമ്പകമംഗലത്തുകാർ ഇറങ്ങിയിരിക്കുന്നു. അതും കലക്കി. അല്ല, മുത്തശ്ശൻ എന്തിനാ ഈ 2 വഞ്ചിയിൽ കാല് വെച്ചോണ്ട് കളിക്കുന്ന? എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റേൺ ആയിട്ട് നിക്ക്. ഹാ, മുത്തച്ഛനെ എന്റെ അടുത്ത് നിന്നോളൂ. ഞങ്ങള് രണ്ടും കൂടി ഒരു വഞ്ചിയിൽ തുഴയാൻ തുടങ്ങിയിട്ടേ വർഷം 10-35 കാറും കോളും ഇടിമിന്നലും ഒക്കെ വന്നിട്ടും ഈ വഞ്ചി ഇളകിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചാ തുഴയുന്നത്. പാവം മുത്തശ്ശന് കയ്യിലെടുക്കാൻ എന്തെല്ലാം ഉടായ്പകൾ. മതി മതി. നളചരിതം കളിക്കാതെ കാര്യം ഉറക്കെ പറ മുത്തശ്ശ. എന്തിന് ഭാര്യ പേടിക്കണം? ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവള് കാലുവാരും. ആ നന്ദിനി, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ആ, ഞാൻ വാങ്ങുന്ന കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് നിന്റെ പിറന്നാൾ ആഘോഷം മറക്കണ്ട. ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷിക്കാം. പക്ഷേ ഞാൻ വാങ്ങിച്ച കേക്ക് മുറിക്കാനേ പറ്റൂ. അത് സാധ്യമല്ല. അതേ സാധ്യമാകൂ. ആ, അത്രേ ഉള്ളൂ. കൈമളേട്ടാ,
ഇവളേതാ ചെമ്പകമംഗലത്ത് വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ? ഇവളാരാ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു തെലുങ്കുകാരി. പേര് മീനാക്ഷി റാവുലു. എന്റെ അച്ഛന്റെ പേര് ജയറാമ റാവുലു. ആ, എന്റെ മുത്തശ്ശന്റെ പേര് ജനാർദ്ദന കൈമളുലു. ആ ദേ, അവസാനമായിട്ട് ഞാൻ പറയാ, ഞാൻ വാങ്ങിയ കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷം. ഹ, അത് നടക്കില്ല എന്നല്ലേ പറഞ്ഞത്? മീനാക്ഷി നിർത്ത്, ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കാം. ആ അതെ അതെ. അല്ല മേ, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു. ഈ കേക്കും നമ്മൾ കൊണ്ടുപോകുന്നു. അമ്മ വാങ്ങിയ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം. ആ പിന്നെ മറ്റൊരു കാര്യം, ഈ ഫംഗ്ഷനിൽ നിനക്കും കൂടി വേണമെങ്കിൽ പങ്കെടുക്കാം. ഓ, ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ആരെയും വഴക്കു പറയില്ല. അപ്പോ ഇതുവരെ എന്നെ പറഞ്ഞൊന്നും വഴക്കല്ലേ? എല്ലാം മറന്നുകള. ആന്ധ്രാക്കാരികൾ പൊതുവെ സമാധാനപ്രിയരാ. പോട്ടെ മീനാക്ഷി റാവുലു. ടാറ്റ റാവുലു. ആ കാർത്തികേട്ടാ, എന്ത് ഗിഫ്റ്റാ വാങ്ങിയിരിക്കുന്നത്? നോക്കട്ടെ. ഡ്രസ്സാ. ഇതെന്താ പോലീസുകാർ കാത്തു കിടക്കുന്നത്? കാർത്തികേട്ടന് ഉടനെ പോണോ? പോണം. എങ്കി വാ, പിറന്നാളാഘോഷം ഉടനെ തുടങ്ങും. വരാം. ആഹാ, ACP എത്തിയല്ലോ കൃത്യസമയത്ത്. ഇതെന്താ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ വിളിച്ചിട്ടുണ്ടോ ബർത്ത്ഡേ ഫംഗ്ഷന്? ഇല്ല, അവര് മറ്റൊരു കാര്യത്തിന് വന്നവരാ. അല്ല, എന്തൊരു ടെൻഷൻ പോലെ. ഒന്നുമില്ല. ഓ, ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ഒത്തിരി രൂപയായി കാണും, അതായി ടെൻഷൻ അല്ലേ? അല്ലേ മൈഥിലേച്ചി? പിശുക്കൻ. ദൈവമേ എവിടെ? പിറന്നാളുകാരിയല്ലേ, ഞാൻ ഒരുക്കുക. സമ്മതിക്കുന്നില്ലെന്നേ. എന്നാലും ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറി. ആ, എന്നാ ചെല്ലട്ടെ. വാ. സാർ. ഇന്ദ്രജ എന്നൊരു സ്ത്രീ എന്നെ കാണാൻ വരും. സാർ. അവരെങ്ങ് കടത്തി വിട്ടേക്കണം. യെസ് സാർ. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. ഈ ഇന്ദ്രജ എന്താ വരാത്തത്? May I come in, sir? ആ, യെസ്, കം ഇൻ. ഇരിക്കൂ ഇന്ദ്രജ. Thank you, sir. വിളിച്ചത് ഒരു ഗുഡ് ന്യൂസ് പറയാനാ. ഫോണിലൂടെ പറയുന്നതിനേക്കാൾ സുഖം നേരിട്ട് പറയുന്നതിനാണെന്ന് തോന്നി. പറയൂ സർ. ഇന്ദ്രജ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ മനസ്താപമാണ്. നന്ദിനെ അറസ്റ്റ് ചെയ്യാൻ ACP കാർത്തിക്കും ടീമും ചെമ്പകമംഗലത്തേക്ക് പോയിട്ടുണ്ട്. യെസ്.
താങ്ക് യു വെരി മച്ച് സർ. കാർത്തികന്റെ ആംഗ്ലയുടെ മകനാണെങ്കിലും എനിക്ക് അവനോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല. അവൻ പണ്ട് മുതലേ നന്ദിനിയുടെ പിന്നാലെയാ. അവളാ അവനെ വളർത്തിയത്. സാവിത്രിയല്ല, നന്ദിനിയാ അവന്റെ അമ്മ. അവനെ കൊണ്ട് തന്നെ അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു എന്റെ വാശി. അത് നിർവഹിച്ചു തന്ന സാറിന് 1000 നന്ദി. അറസ്റ്റ് ചെയ്ത് അവളെ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടാ. എന്റെ സാന്നിധ്യത്തിലാ ചോദ്യം ചെയ്യൽ. എല്ലാ വിജയാശംസകളും നേരുന്നു സർ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ഓക്കെ. ആ, അവള് പൊട്ടിക്കരയുന്നത് ഞാൻ എന്റെ ഭാവനയിൽ കണ്ടോളാം. ശരി സർ. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിരുന്നോ? അല്ല, പിറന്നാളുകാരി രംഗപ്രവേശനം ചെയ്യാറായില്ലേ? അവിടെ ചുട്ടികുത്ത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ചുട്ടുകുത്തോ? ഇവിടെന്താ കീചകവധം കഥകളിയോ? ആ, ഔട്ട് ഹൗസിൽ മേക്കപ്പാ. ഓ, പുതിയ പുന്നാരമോള് മേക്കപ്പ് ചെയ്യുന്നു. സൂപ്പർ സ്റ്റാർ നന്ദിനി ദേവി കസേരയിൽ ചാരിക്കിടക്കുന്നു. എന്റെ അമ്മോ, ഐശ്വര്യ റായ്ക്ക് പോലും ഇത്ര മേക്കപ്പ് ഇല്ല. ചേച്ചിക്ക് എന്താ മേക്കപ്പ് അലർജിയാണോ? ദേ, എന്നോട് കിഞ്ചന വർത്താനം പറയാൻ വന്നേക്കരുതേ. എന്ത് വർത്തമാനം? കിഞ്ചക വർത്തമാനം. പ്രതിഭാശാലികളായ സാഹിത്യോപാസകർ അവരുടെ സർഗശേഷി കൊണ്ട് കണ്ടെത്തുന്ന പദങ്ങളാണ്. ഓ, നിന്റെ ചേച്ചി മഹാപ്രതിഭാശാലിയാ. അസൂയയുടെയും കുശുമ്പിന്റെയും പ്രതിഭാശാലി. മോനെ രാമഭദ്ര, ഓ, എന്താമേ? ഇവളുടെ ചെകിട് നോക്കി പഴയതുപോലൊന്നും നീ കൊടുക്കാറില്ലേ? അയ്യോ, പണ്ടത്തെ പോലെ ഒന്നും അല്ലമ്മേ. ആരെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മകൻ ACP-യാ. ഓ, ഇവളൊരു പെറ്റീഷൻ എഴുതി കൊടുത്താലേ തന്തപ്പടിയായ ഞാൻ അഴി എണ്ണും. പിന്നെ ഇന്നിവളുടെ വിവാഹമല്ലേ? അല്ല, ഈ മീനാക്ഷിക്ക് ഇവിടെ പ്രവേശനമുണ്ടോ? വിളിക്കാത്തടുത്ത് കയറി ഉണ്ണാൻ വരുന്ന ഓസുണ്ണി അല്ല മീനാക്ഷി. മുത്തശ്ശി പ്രത്യേകം ക്ഷണിച്ചിട്ടാ ഞാൻ വന്നത്. ആ, പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിച്ചൊന്നുമില്ല. എന്തായാലും അമ്മ ക്ഷണിച്ചല്ല, അത് തന്നെ ധാരാളം അല്ലേ മീനാക്ഷി കുട്ടി? ആ കുട്ടിവിളി ഇളയച്ച നിർത്തിക്കാം. ഞാൻ മുതിർന്നു. ഓ, അല്ല, കാർത്തിക് എവിടെ? കാർത്തിക്, എല്ലാരും ആയല്ലോ. നമുക്ക് പിറന്നാൾ ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കാം. ആദ്യം കേക്ക് മുറി. മാമേ, കട്ടിയത് മുറിക്കേ. മുറി.
Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അച്ഛനോട് താങ്ക് യു അമ്മ. ദാ വാങ്ങിച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. എഴുതി ഇതൂടെ. താങ്ക് യു. ദൈവമേ. താങ്ക് യു മോനെ. ആ കാർത്തി, എന്താ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നത്?